ഹലോ, ഉസ്താദ് അൻസാരിയാണോ? ഞാൻ ജോബിൻ യോഹന്നാൻ. ജോബിൻ യോഹന്നാൻ അല്ലേ? ഞാനിപ്പോ ഇത് കണ്ടപ്പോ സത്യം ഇതിപ്പോ ആരും പറയുന്നില്ല. ഞാനിത് കണ്ടപ്പോ എനിക്ക് എന്റെ ഹേർട്ടിൽ അങ്ങനെ തറച്ചു. ചേട്ടനൊക്കെ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പറയാം, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ മുസ്ലിം ക്രൈസ്തവ ധ്രുവീകരണത്തിന് വേണ്ടി പിന്നിൽ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതിനു വേണ്ടിട്ട് ഈ കളിക്കുന്ന മൊത്തം. അതല്ലേ ഇതിനകത്തെ ഈ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നതന്മാരായ അച്ഛന്മാര്, സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത പിതാക്കന്മാര്, ഇവർക്കെല്ലാം വിദ്യാഭ്യാസം വിവരമുള്ള ക്രിസ്ത്യാനികളൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഇപ്പം എനിക്ക് മെസ്സഞ്ചറിൽ ധാരാളം ക്രൈസ്തവ സഹോദരങ്ങൾ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കാർഷകന്മാര് പൊലിപ്പിച്ചോണ്ടിരിക്കും. ഇമാര് പറയുന്നത് ഇന്നും നാളെ തീരുമാനങ്ങളുടെ ഇമാര് കത്തിക്കും കൊണ്ടാക്കും എന്നൊക്കെ. എന്തോ ഇത് നമ്മുടെ നാട് പോയ നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര വയസ്സ് കാണും? ഒരു 25-30 വയസ്സ് താഴെ പിള്ളേർ ബൈക്കും കാറുമായിട്ട്. ചേട്ടാ, നമ്മുടെ അമ്പലപ്പറമ്പിലാണല്ലോ, നമ്മുടെ ചർച്ചുകളുടെ പറമ്പിലാണല്ലോ നമ്മൾ ക്രിക്കറ്റ് കളിക്കും. നമുക്ക് മതമല്ല, നമ്മുടെ അന്നത്തെ മതം എന്ന് പറഞ്ഞാൽ കളി, സൗഹൃദം, ഇതൊക്കെയാണ് നമ്മുടെ മതം, അന്നത്തെ വികാരം നമ്മുടെ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ച് വളർന്ന് നമ്മൾ എത്രമേൽ ധ്രുവീകരിക്കപ്പെട്ടു. ഇപ്പം ഈ ക്രിസ്തീയ വോട്ട് എന്നുള്ളത് ഭദ്രമാക്കി പെട്ടിയിലാക്കാൻ വേണ്ടിയാണ് ഈ കളിക്കുന്ന കളി മുഴുവനും. ഇതിനകത്ത് കുറച്ചാളുകൾ വീണെങ്കിലും പോൾ തേലക്കാടച്ചനെ പോലുള്ള ബുദ്ധിയുള്ള നല്ല അഗ്രഹീസരായ ക്രിസ്തീയ സഭയിലുള്ള പണ്ഡിതന്മാര് അവർക്ക് ഇവരെ കൃത്യമായിട്ട് അറിയാം. കാരണം നോക്കൂ, ഗ്രഹാൻ സ്റ്റീൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററെ അദ്ദേഹത്തിന്റെ ചെറിയ 2 മക്കളെയും കാറിനകത്തിട്ട് പച്ചക്ക് കത്തിച്ചാണ് സംഘപരിവാർ. ആ സംഘപരിവാർ മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നയായിട്ട് തെരുവീതിലൂടെ നടത്തുകയും നൂറുകണക്കിന് ദേവാലയങ്ങൾ തകർക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിന് വേണ്ടി കേരളത്തിലുള്ള കുറച്ച് ആളുകൾ തുള്ളിയാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ മണ്ടന്മാരാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത്രയും വിദ്യാഭ്യാസം ഇന്നിപ്പം കാസ എന്ന് പറയുന്ന സാമാനം വന്നിട്ട് പറഞ്ഞെന്താ അറിയാമോ, അവിടെ ഒരു മത സൗഹാർദ്ദ മീറ്റിംഗ് നടന്നു. അതങ്ങ് ഒക്കെ ഈവൻ അതിനകത്ത് ക്രിസ്ത്യാനി ഉണ്ടെങ്കിലും ഇതൊരു നമ്മുടെ നാടിനെ മുടിപ്പിക്കുന്ന ഒരു ഇമാരെ മറ്റേ INA എന്തോ കേന്ദ്രത്തിൽ നിന്ന് ആള് വരണം, കോത്ത് ഉന്നം വരണം, അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ ഇത് ഈ കുഞ്ഞുങ്ങളുടെ ഭാവി പോത്തില്ലേ. ഈ കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ കാണിക്കുന്ന ഒരു കുറുങ്കാളിപ്പാണെന്ന് കാണാനുള്ള ഒരു വിവരമാർക്കില്ലേ. ചെറുപ്പക്കാര് പിള്ളേർക്ക്, ഈ 10-18 വയസ്സുള്ള പിള്ളേർക്ക് എന്ത് മതം? അവര് ക്രിസ്ത്യാനിയും ഇല്ല, ഹിന്ദു ഇല്ല, അവർക്ക് ഇന്നത്തെ ആൾക്കാർക്ക് പിള്ളേരെ തോളെ കഴിഞ്ഞിട്ട് നടക്കും. അവര് പള്ളിയെന്നോ അമ്പലപ്പറമ്പൊന്നും ഇല്ലാതെ അവര് പലതും കളി. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അവരെ രക്ഷകർത്താക്കളെ വിളിച്ച് അതിന് ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ ശിക്ഷിക്കുക ചെയ്യുന്നതിന് പകരം അവരെ വിളിച്ച് എന്ത് മതം? ഇവരുടെ വീട്ടിൽ നിന്ന് രാവിലെ പറഞ്ഞു വിടുകയാണോ, നിങ്ങൾ ക്രിസ്ത്യന്മാരുടെ വാദക്ക് ചെന്ന് നിങ്ങൾ ബഹളം നമ്മൾ ചോറ് തിന്നുന്നവരല്ലേ? ആരെങ്കിലും പറയൂ അങ്ങനെ? നമ്മൾ മനുഷ്യരല്ലേ? ഇതൊക്കെ സത്യം ഉസ്താദ് പറയുമ്പോൾ എനിക്കത് വളരെ റൈറ്റ് ആയിട്ട് തോന്നി. പക്ഷെ ഇത് എത്ര പേരിൽ എത്തുമെന്ന് എനിക്കറിയില്ല. എന്നാ അറിയത്തില്ലേ സത്യമായിട്ട് ഉസ്താദ് പറഞ്ഞ എത്ര പേരിൽ എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇവിടെ നിന്നൊന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് ആരും കിട്ടും, അതും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഇതിനെങ്ങനെയും ഒരു സാമൂഹികമായിട്ട് അവിടെ പോയി ഇത് പറ്റിയ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്, കുഞ്ഞു പിള്ളേരാണ്. ഇതൊക്കെ ഇപ്പൊ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ആരും മനസ്സിലാക്കി ഇത് മുതലെടുപ്പ് നടത്തും ആൾക്കാര് സത്യമായിട്ടും.